പാരമ്പര്യങ്ങളോട് നിഷേധാത്മക സമീപനം തുടരുന്ന സംസ്ഥാന സർക്കാർ നിലപാടുകളെക്കുറിച്ച്. ക്ഷേത്ര ചടങ്ങുകളിലെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുക എന്നുള്ളതാണ് അതിലേറ്റവും അവസാനം വന്നിരിക്കുന്ന ഉത്തരവ്. ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു. ഗാർഡ് ഓഫ് ഓണർ വേണമെങ്കിൽ ചെലവ് ക്ഷേത്രങ്ങൾ വഹിക്കണം എന്നാണ് തിട്ടൂരം. അട്ടിമറിക്കപ്പെടുന്നത് കാലങ്ങളായുള്ള ക്ഷേത്രാചാരങ്ങളാണ്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ആചാരങ്ങൾ എങ്ങനെ ലംഘിക്കാം, ഏതൊക്കെ ആചാരങ്ങൾ എടുത്തു മാറ്റാം എന്ന് റിസർച്ച് നടത്തുകയാണോ സർക്കാർ എന്ന് തോന്നിപ്പോകും ഈ അവസാനത്തെ ഉത്തരവ് കൂടി കാണുമ്പോൾ. ഇതിപ്പോൾ എന്താണ് ഈ ഗാർഡ് ഓഫ് ഓണറുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ സർക്കാരിന് ഉണ്ടാകാൻ കാരണം എന്താണ്? ഇങ്ങനൊരു ഉത്തരവിന് പിന്നിൽ എന്താണ്? സെപ്റ്റംബർ 5-ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ തീരുമാനമുണ്ടായത്. തിരുവനന്തപുരം ശ്രീവരാഹത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലെ ഗാർഡ് ഓഫ് ഓണർ പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് പോയത്. തീരുമാനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഈ രീതിയിൽ ചടങ്ങുകൾ തുടരണമെങ്കിൽ അതിനുള്ള ചെലവ് ക്ഷേത്രങ്ങൾ തന്നെ വഹിക്കട്ടെ എന്നുള്ളൊരു സമീപനവും ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗാർഡ് ഓഫ് ഓണറുകൾ നൽകി വരുന്നത് സംസ്ഥാനത്ത് തന്നെ 20ഓളം ക്ഷേത്രങ്ങളിലാണ് നിലവിൽ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറുകൾ ഉള്ളത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസ് സ്റ്റേഷനുകൾക്ക് ഇത് സംബന്ധിച്ച ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം. ഇത് സംബന്ധിച്ചൊരു കത്ത് വിശ്വനാഥ് സിൻഹയുടെ പേരിലുള്ള ഒരു കത്ത് ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും കാലങ്ങളായി തുടരുന്ന ഒരു ആചാരം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള പൂർണ്ണത്ര ക്ഷേത്രം പോലെയുള്ള അമ്പലങ്ങളിലൊക്കെ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആചാരത്തിന്റെ ഭാഗമായി തന്നെ മാറിയ ഒരു ചടങ്ങാണ് ഈ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറുകളും പോലീസിന്റെ അകമ്പടിയും എന്നൊക്കെ പറയുന്നത്. അത് ഒറ്റയടിക്ക് നിർത്തലാക്കുമ്പോൾ പൂർണ്ണമായും പാരമ്പര്യങ്ങളുടെ ഒരു ലംഘനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിനും ആറാട്ടിനുമൊക്കെ ഈ പോലീസിന്റെ സാന്നിധ്യവും അവരുടെ ഗാർഡ് ഓഫ് ഓണറും ഒക്കെ കാലങ്ങളായി തുടരുന്ന ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ആചാരം തന്നെയാണത്. തിരുവനന്തപുരത്തിന്റെ ഈ പറയുന്ന സാംസ്കാരിക പാരമ്പര്യത്തിലൂടെ ഇഴുകി ചേർന്നിട്ടുള്ള ഒരു നടപടിക്രമം കൂടിയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഒറ്റയടിക്ക് നിർത്തലാക്കുക, അല്ലെങ്കിൽ നിർത്തലാക്കണമെങ്കിൽ അല്ലെങ്കിൽ തുടരണമെങ്കിൽ അതിന് സർക്കാരിന് പ്രത്യേകിച്ച് പണം വീണ്ടും ക്ഷേത്രം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒറ്റയടിക്ക് ഒരു കൂടിയാലോചനകളും കൂടാതെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേക്കുള്ള ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ താന്ത്രിക പാരമ്പര്യമുള്ള ആളുകളോ അതുപോലെയുള്ള ആളുകളുടെ ആചാര്യന്മാരോ ഹൈന്ദവ ആചാര്യന്മാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഹൈന്ദവ സംഘടനകൾ, വിവിധ ഈ തന്ത്രിമാരുടെ സംഘടനകൾ, യോഗക്ഷേമ സഭ പോലെയുള്ള സംവിധാനങ്ങൾ, ഇവരോട് ആരോടും കൂടിയാലോചന നടത്താതെ ഒറ്റയടിക്ക് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നു. ആ യോഗത്തിൽ ഇത്തരം ഒരു തീരുമാനം വരുന്നു. ഒരു ക്ഷേത്രത്തിലെ കാര്യത്തിന് വേണ്ടി മാത്രം ചേർന്ന യോഗത്തിൽ എന്നാൽ പിന്നെ സംസ്ഥാനത്ത് ഇനി ഒരു ക്ഷേത്രത്തിലും ഈ രീതിയിലുള്ള ഒരു നടപടി വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നതിലേക്ക് എങ്ങനെ പോകാൻ കഴിയുന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യോഗക്ഷേമ സഭയടക്കമുള്ളവർ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത് സർക്കാരിന് നവമാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട്. ഇപ്പോൾ പലയിടങ്ങളിലെയും ആചാര ലംഘനത്തിനൊക്കെ സർക്കാർ കൂട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടെന്നുള്ള വിമർശനം നേരത്തെയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ പ്രത്യേകിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമടക്കമുള്ള മഹാക്ഷേത്രങ്ങളിൽ പലതിലും ഒരു വളരെ കാലങ്ങളായി നടന്നു വന്നിരുന്ന വലിയൊരു ആചാരമായി തന്നെ മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ ആചാരങ്ങളുടെയൊക്കെ ഒരു വലിയ അട്രാക്ഷൻ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആ രീതിയിലേക്കൊക്കെ മാറിയിരിക്കുന്ന ഈ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനുള്ള തീരുമാനം വന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കാലങ്ങളായി തുടർന്ന് ഇപ്പോൾ രാജഭരണകാലത്തൊക്കെ ആരംഭിച്ച ചടങ്ങുകളാണ് ഇവയിൽ പലതും. ഇത് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരാനുണ്ടായ കാരണം, ഈ ക്ഷേത്രങ്ങൾ സർക്കാരിനും ദേവസ്വത്തിനും ഒക്കെ വിട്ടു നൽകുന്ന സമയത്ത് പല രാജകുടുംബങ്ങളും രാജവംശങ്ങളും ഒക്കെ ഈ രീതിയിൽ കവലന്റുകൾ ഒപ്പുവെച്ചപ്പോൾ അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകളൊന്ന് ക്ഷേത്രാചാരങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭംഗവും വരുത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാലം ഇതെല്ലാം തുടർന്ന് വന്നിരുന്നതും ഒരു തരത്തിലുള്ള വീഴ്ചകളുമില്ലാതെ. പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിലുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള പാരമ്പര്യമുള്ള ഇത്തരം വ്യവസ്ഥകൾക്കും അതല്ലെങ്കിൽ ഇത്തരം കരാറുകൾക്കും ധാരണകൾക്കും എല്ലാം ഒറ്റയടിക്കങ്ങ് അവസാനം കുറിക്കാൻ ഒരു ക്ഷേത്രത്തിലെ കാര്യത്തിൽ പുതുതായി എടുക്കുന്ന തീരുമാനം എന്നുള്ളതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു കാര്യം സർക്കാരിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു കൂടിയാലോചനകളും ഇല്ലാതെ, ആരോടും ചോദിക്കാതെ പൂർണ്ണമായും അതങ്ങ് നിർത്തലാക്കാം എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ ദേവസ്വം ബോർഡുകൾ പിന്നെ എന്തിനാണ് എന്നുള്ളത്. അതൊരു ചോദ്യചിഹ്നമായി ഭക്തരുടെ മുന്നിൽ നിൽക്കുകയാണ്. ദേവസ്വം ബോർഡ് എന്തിന് എന്ന്
കരുതിയോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി രൂപീകരിച്ചുവോ അതതിൻ്റെ ലക്ഷ്യങ്ങൾ മറികടന്നുകൊണ്ട് പണം സമ്പാദിച്ച് സർക്കാരിലേക്ക് കൊടുക്കാൻ മാത്രമുള്ളൊരു ഉപാധി എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണോ? ദേവസ്വം ബോർഡുകളുടെ അപ്രസക്തമായ നിലപാടുകളെ പറ്റി നമ്മൾ ഒട്ടനവധി വിഷയങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല വന്ന സമയത്ത് അവിടെ ഭക്തരെ നിയന്ത്രിക്കാൻ സർക്കാർ തീരുമാനമെടുത്ത സമയത്ത് ഒരു നിലപാടുമില്ലാതെ അങ്ങോട്ട് കിടന്ന് ഈ അഴുകുഴമ്പൻ സമീപനം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നിലപാടുകളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇല്ലാതെ ഉരുണ്ട് കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ദേവസ്വം ബോർഡുകൾക്ക് ഇക്കാര്യങ്ങളിലൊന്നും അഭിപ്രായമില്ല, അല്ലെങ്കിൽ അതിൽ മെമ്പേഴ്സായിട്ടോ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടിരിക്കുന്ന ആളുകൾക്കൊന്നും ഇതിൽ കൃത്യമായ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരത് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ ഇത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആദ്യം ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടിയിരുന്നത് ദേവസ്വം ബോർഡാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അത് അത്തരമൊരു സമീപനം ദേവസ്വം ബോർഡുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രാചാരങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളും എല്ലാം അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡുകൾക്കുണ്ട്. അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾക്ക് ഭംഗം നേരിടുന്ന സമയത്ത് അതിനെതിരെ ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡുകൾക്കുണ്ട്. ആ കാര്യങ്ങളിലൊന്നും കൃത്യമായ ഒരു ഇടപെടലും നടപടിക്രമങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായ വിഷയം. ആചാര ലംഘനങ്ങൾക്കൊക്കെ ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്നു കേട്ടിട്ടുണ്ട്. പല വിഷയങ്ങളിലും പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു നിസ്സംഗത ദേവസ്വം ബോർഡ് ഇപ്പോഴും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ചിലരെങ്കിലും ഉയർത്തുന്ന സംശയം. നവമാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഈ വിഷയം വലിയ സജീവ ചർച്ചയിലേക്ക് വഴിമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കാലങ്ങളായി പല വിഷയങ്ങളും ഉണ്ടാകുന്നു. ഹിന്ദു ദൈവ വിശ്വാസങ്ങളിൽ മാത്രം ഈ രീതിയിലുള്ള ഇടപെടലുകളും നിയന്ത്രണങ്ങളും സർക്കാർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഹിന്ദു പാരമ്പര്യങ്ങളോടുള്ള നിഷേധാത്മക സമീപനം സംസ്ഥാന സർക്കാർ തുടരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ക്ഷേത്ര ചടങ്ങുകളിലെ പോലീസ് ഗാർഡ് നിർത്തലാക്കിയത്. ഈ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. ഗാർഡ് ഓഫ് ഓണർ വേണമെങ്കിൽ അത് ചിലവ് ക്ഷേത്രങ്ങൾ വഹിക്കണം എന്ന രീതിയിലാണ് തിട്ടൂരം വന്നിരിക്കുന്നത്. പ്രജിത് മോഹനൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രജിത്ത്, ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡുകൾ എന്ത് ചെയ്യുന്നു ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. ഈ ചെലവ് ക്ഷേത്രം വഹിക്കണം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന വരവ് എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം കൂടി, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൂടി ഭക്തർ അറിയേണ്ടതല്ലേ? കൃത്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാമ്പത്തികമായ വിഷയങ്ങളടക്കമുള്ളവ പലവട്ടം ചൂണ്ടിക്കാട്ടിയതാണ്. പല ക്ഷേത്രങ്ങളിലും ഇത്തരം ചടങ്ങുകൾ നടത്തുന്നത് അത് പണം ഈടാക്കാനുള്ളൊരു സംവിധാനമായി സർക്കാർ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ക്ഷേത്രങ്ങളിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് അതിന് പണം നൽകണം എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഹൈന്ദവ ആചാരങ്ങൾ അതായത് കാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഹൈന്ദവ ആചാരങ്ങൾ, ആ ആചാരങ്ങൾ ക്ഷേത്രങ്ങളുടെ ഭരണം ദേവസ്വം ബോർഡിലും അതുവഴി പരോക്ഷമായിട്ടെങ്കിലും സർക്കാരിലും നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഹൈന്ദവ ജനത പണം നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇത്തരം ആചാരങ്ങൾ നടത്തണമെങ്കിൽ അതിന് പണം നൽകേണ്ടി വരുന്നു എന്നുള്ളൊരു ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമാണ് ഈ നിലപാട് എന്നുള്ളതാണ്. കാരണം ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പാരമ്പര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് 20-ലധികം മഹാക്ഷേത്രങ്ങളിലാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ഗാർഡ് ഓഫ് ഓണർ പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രോത്സവത്തിനും മറ്റും പോലീസിൻ്റെ അകമ്പടി ഇപ്പോൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര അൽപ്പശി ഉത്സവത്തിലൊക്കെ ഉള്ളതുപോലെ നേരത്തെ ശശിഭൂഷൺ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള നവരാത്രി ഘോഷയാത്രയ്ക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തരം സംവിധാനങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. അത് ഇപ്പോൾ തിരുവനന്തപുരത്തെ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ ആണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രവും അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതാണ് ഈ പോലീസിൻ്റെ ഇത്തരം ഈ ചടങ്ങുകളും എല്ലാം. പണ്ട് നായർ ബ്രിഗേഡിൻ്റെ കാലം തൊട്ട് ഉണ്ടായിരുന്ന നടപടിക്രമങ്ങളും ആചാരങ്ങളും ഒക്കെയാണ്. അത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആ നടപടിക്രമങ്ങൾ തുടരാനുള്ളത് കവനൻറ്റിൻ്റെ തിരുക്കൊച്ചി രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കവനൻറ്റിൻ്റെ വ്യവസ്ഥകളിൽ വരുന്നു. ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ കൃത്യമായി തുടരണമെന്ന് ആ കവനൻറ്റ് അംഗീകരിച്ചുകൊണ്ടാണ് നാളിതുവരെയുള്ള എല്ലാ ദേവസ്വം സർക്കാരുകളും പോലീസ് സംവിധാനങ്ങളും എല്ലാം ആ രീതിയിൽ ഇത്തരം ആചാരങ്ങൾക്ക് ഒരു ഭംഗവും വരാതെ നടത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്ന പ്രസക്തമായ കാര്യം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വന്നത്. പക്ഷേ ഉത്തരവ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിലൊരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊരു കത്ത് വരുമ്പോൾ അത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്ന
ഇത്തരം ഗാർഡ് ഓഫ് ഓണറുകൾ ഇനി നടത്തേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതിൽ നടപ്പിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ചടങ്ങുകൾ തുടരണമെങ്കിൽ അതിന് ക്ഷേത്രങ്ങളിൽ നിന്ന് പണം ഈടാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വെക്കുമ്പോൾ ഇത്രയും കാലം ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയും ഇല്ലാതെ തുടർന്നു വന്നിരുന്ന അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ആചാരത്തിൻ്റെ ഭാഗമായി ആ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തെ അത് പൂർണ്ണമായും ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. അത് ഒരു കടന്നുകയറ്റമായി തന്നെ ആളുകൾ വിലയിരുത്തുന്നുണ്ട്, ഒരു ഹിന്ദുവിരുദ്ധ നിലപാടായി ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അല്പം മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളിൽ മാത്രമാണോ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് സർക്കാരും പോലീസ് സംവിധാനങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായി ഉയർന്നു കേൾക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ എന്നുള്ളതാണ് ഹൈന്ദവ സംഘടന നേതൃത്വത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം കുമ്മൻ രാജശേഖരൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും പ്രസക്തമായി ചോദിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ അൽപ്പശി ഉത്സവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആറാട്ട് ഘോഷയാത്ര നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ ഈ ഇത്രയും കാലമായി നടന്നു വരുന്നിരുന്ന അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന പോലീസിൻ്റെ സാന്നിധ്യം ഇനി പൂർണ്ണമായും ഒഴിവാക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഘോഷയാത്രയുടെ ആ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രൗഢിയെ തന്നെ കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും അത്തരമൊരു നടപടി ഉണ്ടാകുന്നപ്പോൾ അതൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് സർക്കാരും ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കത്ത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേഷനുകളിലേക്ക് പോയത് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടി വരും. എന്തായാലും ഇത്തരം ഒരു ഉത്തരവുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തെ ഒരു പ്രമുഖനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്ര ഉന്നതതലത്തിൽ നടന്ന ഒരു യോഗത്തിലാണ് ഈ കാര്യം നടന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൽ ആവർത്തിച്ചുള്ള വീണ്ടുമുള്ളൊരു ചോദ്യമാണ്. ഏത് ഘട്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ ഏത് ഘട്ടത്തിലാണ് സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയതെന്നുള്ളത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിശദീകരിക്കേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം നിലപാടുകളിലേക്ക് പോയത് എന്ന് വ്യക്തമാക്കിയാലും കൂടിയാലോചനകളില്ലാതെ എടുക്കുന്ന ഇത്തരം ഏകപക്ഷീയ നിലപാടുകളോട് തീരുമാനങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകാനാവില്ല എന്ന കാര്യം തന്നെയാണ് ഹിന്ദു സമൂഹം ഭക്തരുടെ സമൂഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇത്തരം ആചാര ലംഘനങ്ങളോട് നിലപാടെടുക്കേണ്ടത് എന്ന കാര്യമാണ് ഒരുപക്ഷെ അവർ ആലോചിക്കുന്നത്. കോടതികൾ എടുക്കുന്ന നിലപാടുകളിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ ഭക്തരോടൊപ്പം നിൽക്കാൻ ഹിന്ദു സമൂഹത്തോടൊപ്പം നിൽക്കാൻ സർക്കാർ തയ്യാറാകാത്തതാണ് ഏറെ ഖേദകരമെന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം കൂടി ഒന്ന് സർക്കാർ വ്യക്തമാക്കിയാൽ കൊള്ളാം എന്നുള്ളതാണ് ഇത്തരം നിലപാടുകൾ ആവർത്തിക്കുമ്പോൾ പറയാനുള്ളത്.